നമസ്കാരം. ഇലക്ഷൻ ദാ അടുത്തു കഴിഞ്ഞു. പേയ്മെന്റ് സീറ്റുകളുടെ ഒരു കാലം കൂടിയാണ് ഇത് എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെതിരെ ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ഡോക്ടറെ മത്സരിപ്പിച്ചു. സഭയുടെ ഒരു കുഞ്ഞാടാണ്. ഇദ്ദേഹം പേയ്മെന്റ് സീറ്റ് ആയിരുന്നു എന്ന ആരോപണം ചില സമയത്ത് ഉയർന്നു വന്നു. അദ്ദേഹം തോറ്റു ഏതായാലും. അതുപോലെ തന്നെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഡോക്ടർ ബെന്നറ്റ് എബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഉയർന്നു വന്നു. ഇത് സമ്പൂർണ്ണമായും പേയ്മെന്റ് സീറ്റ് തന്നെയാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അന്നും ഇന്നും. ഇത്തരത്തിൽ ആളുകൾ കടന്നു വരികയും യാതൊരു രാഷ്ട്രീയ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പാരമ്പര്യമോ പൊതുപ്രവർത്തന രംഗത്തെ നേട്ടങ്ങളോ ഒന്നുമില്ലാതെ കടന്നു വരികയും എന്തിന് പാരമ്പര്യമായി പോലും രാഷ്ട്രീയം കണ്ടിട്ടില്ലാത്ത, മഴ പെയ്യുമ്പോൾ പോലും ഒരു പാർട്ടി ഓഫീസിൽ കയറി നിൽക്കാത്ത ആളുകൾ ഒക്കെ പേയ്മെന്റുമായിട്ട് കടന്നു വരുമ്പോൾ അവർക്ക് സീറ്റ് കൊടുക്കുന്ന രീതി ഈ ഇടതുപക്ഷവും വലതുപക്ഷവും പലകുറി പയറ്റിയിട്ടുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്കത് വലിയ തിരിച്ചടിയായിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ പേയ്മെന്റ് സീറ്റുകളുടെ ഒരു കാലമാണ്. അതിനു മുൻപ് മറ്റൊരു പേയ്മെന്റ് സീറ്റ് സ്ഥാനാർത്ഥിയാക്കാൻ ഒരു സ്ത്രീയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി CPM നേതാവ് എന്നുള്ള ഒരു ആക്ഷേപം കടന്നു വന്നു. കഴിഞ്ഞ ദിവസമാണ് അത് വാർത്തയായത്. ഒരു എഴുത്തുകാരിയിൽ നിന്നാണ് സ്ഥാനാർത്ഥിയാക്കാനായി, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനായിട്ട് ഇവിടെ മേയറാക്കാനായിട്ട് കാശ് വാങ്ങി, എന്നിട്ട് പാർട്ടിക്ക് കാശ് വേണ്ടേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. CPMന്റെ നയം മറികടന്ന് സ്ഥാനാർത്ഥിയിൽ നിന്ന് പ്രാദേശിക നേതാക്കൾ ലക്ഷങ്ങൾ വാങ്ങിയെന്ന ആക്ഷേപം ഏരിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ചയിൽ ഇക്കാര്യം ഉയർന്നതോടെ അന്വേഷണത്തിന് പാർട്ടി 2 അംഗ സമിതിയെ നിയമിച്ചു. തൃശ്ശൂരാണ് സംഭവം. തൃശ്ശൂർ കോർപ്പറേഷന്റെ ലാലൂർ ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന നോവലിസ്റ്റ് ലിസി എന്ന സ്ത്രീയിൽ നിന്ന് CPM ഓളരി ലോക്കൽ സെക്രട്ടറി KM സോണി, മുൻ ലോക്കൽ സെക്രട്ടറി MK ബൈജു 7 ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് വാങ്ങി എന്നാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി അന്വേഷണത്തിന് ഏരിയ കമ്മിറ്റി യോഗം ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ചെലവിനും പ്രചരണത്തിനുമായി പാർട്ടിയോ പാർട്ടിക്കാരോ പണം വാങ്ങുന്ന രീതിയില്ല. ലിസിയെ മേയർ സ്ഥാനാർത്ഥിയാക്കിയാണ് പാർട്ടി ഉയർത്തി കാണിച്ചത്. തൃശ്ശൂരിൽ ലിസി കോർപ്പറേഷൻ പരിധിയിൽ ഏറ്റവും വലിയ തോൽവി നേരിട്ടു. കോൺഗ്രസിലെ ലാലി ജെയിംസ് 1527 വോട്ടുകൾക്കാണ് ജയിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്ക വിതർക്കങ്ങളായത്. 7 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളതാണ്. ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 7 ലക്ഷം വാങ്ങുകയാണെങ്കിൽ അസംബ്ലിയിൽ അത് 10, 20 അല്ലെങ്കിൽ 25 എന്തിന് 50 ലക്ഷം വരെ പോകാം എന്ന് പറയപ്പെടുന്നു. അപ്പം അത്തരത്തിൽ കെട്ടുകണക്കിന് നോട്ടുകളുമായിട്ട് ഇതുപോലെയുള്ള പ്രാഞ്ചിയേട്ടൻ സ്ഥാനാർത്ഥികൾ പലയിടത്തും കയറി ഇറങ്ങുന്നു എന്നുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനകത്ത് ഇപ്പം ജില്ലാ കമ്മിറ്റിയിലേക്കും അതുപോലെ ഏരിയ കമ്മിറ്റിയിലേക്കും ഒക്കെ പണം കൊടുത്തിട്ട് ഇവർ അതിശക്തമായി ഒരു പുതിയ സ്ഥാനാർത്ഥി നിർത്തിയാൽ എന്ത്, അല്ലെങ്കിൽ അവർക്ക് സാമൂഹ്യമായ വലിയ പിന്തുണയുണ്ട്. ഇപ്പം ഇവര് നോവലിസ്റ്റ് ആയിരുന്നു ഈ ലിസി എന്ന് പറഞ്ഞ സ്ത്രീ. അപ്പൊ അവരെ നിർത്തിയാൽ ജയിക്കും, അവർക്ക് വലിയ ആരാധകരുണ്ട്, അവരുടെ ആരാധകർ പാർട്ടി പോലും നോക്കാതെ വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഈ രീതിയിൽ ആണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനിയും സംഭവിക്കാം. ലക്ഷങ്ങളുമായിട്ട് പലരും പാർട്ടി ഓഫീസുകൾ കയറി ഇറങ്ങുന്നു. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസും കയറി ഇറങ്ങുന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ CPMനേക്കാൾ കോൺഗ്രസ് ആണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും എന്തിന് ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്നതിന് പോലും 5ഉം 6ഉം ലക്ഷം രൂപ കൊടുത്ത് ചിലരൊക്കെ ജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് നിർത്തിയ സ്ഥാനാർത്ഥികളുണ്ട്. എന്തൊക്കെയായാലും കൊള്ളാം, പേയ്മെന്റ് സീറ്റുകൾ ലക്ഷങ്ങൾ മറിയുന്നു, ലക്ഷങ്ങൾ ഒഴുകുന്നു, കോടികൾ ഒഴുകുന്നു, മറിയുന്നു. ഇത്രയും രാഷ്ട്രീയ പിതൃശൂന്യത അല്ലെങ്കിൽ രാഷ്ട്രീയ തന്തയില്ലായ്മ കാണിക്കുന്ന പാർട്ടികൾ കോൺഗ്രസും CPM. ഇവർ ബീഹാറിലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ പേയ്മെന്റ് സീറ്റുകളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ ഇത് യഥേഷ്ടം നടക്കുകയാണ് എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഒരു സൂചനയാണ് ഈ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. അസംബ്ലി മണ്ഡലങ്ങളിലും ഇതൊക്കെ തന്നെ ആവർത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ പാർട്ടിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ നയങ്ങൾക്ക് എതിരാണെങ്കിൽ ഗോവിന്ദ മാഷോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറിമാരോ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ട് വേണ്ട നടപടികൾ എടുക്കും.